നീ ഇത്രയേ ഉള്ളെന്ന് ഇപ്പോഴാ മനസ്സിലായത്. നിന്നോട് സത്യത്തില് എനിക്ക് സഹതാപാതം. അല്ല താനങ്ങൾ കടുങ്ങുകയും ചെയ്ത് കളയലെന്നെ സുമി. എന്താ സുമി? എന്താ സുമി ആ കമ്പനിയിലെ ജോലി റിസൈൻ ചെയ്ത് കളഞ്ഞിട്ട് വേറെ കമ്പനി നോക്കുന്നു. അതൊരു എടുത്തുചാട്ടമല്ലേ രചന? ആണോടി? അല്ല അതിന്റെ കാര്യം എന്താ ഉള്ളത്? അവൾ എന്നോട് ഏതാണ്ട് സൂചിപ്പിച്ചിരുന്നു. ഓ, നീ അവളെ ഒന്ന് പറഞ്ഞു മറ്റൊന്ന് കണ്ട് മോഹിച്ച് അതിന്റെ പിന്നാലെ പോകരുത്. പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന എനവാ. ആകാശം ഒന്ന് വിചാരിച്ച അത് നടത്തിയിരിക്കുവടി. നിങ്ങൾ ശരിക്കും എന്താ സംസാരിച്ചത്? അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അല്ല സുമി മുഖം വീർപ്പിച്ച പോയത്. അവസാനം ആകാശ് ഒരു വാചകവും പറഞ്ഞു. പാല് കൊടുത്ത കയ്യിൽ തിരിഞ്ഞു കൊത്തുന്നു. എന്താ അത് ശരിയല്ല? അവൾ ഇന്നത്തെ നിലയിലെത്തിയത് ആ കമ്പനി വർക്ക് ചെയ്തിട്ടല്ല. അവൾക്ക് വിദേശത്തുനിന്ന് ഓഫർ വന്നെന്നുള്ളത് ഉറപ്പ്. അത് അവൾ എന്നോട് സൂചിപ്പിക്കും. നമ്മൾ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇടപെടണം? അത് പാടില്ല എന്നെനിക്ക്. ആകാശ്, ഞാൻ പറഞ്ഞ കാര്യം ആകാശ് മുഖവിലേക്ക് എടുക്കാതെ തള്ളിക്കളഞ്ഞത് ആദ്യ കൂടെ ഉണ്ടായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ചിപ്പി ആവശ്യപ്പെട്ട് ഒന്നുകൂടി ഫാമിലി കോർട്ടിൽ സമീപിച്ചാലോ? ഇഷിതയുടെ വിശേഷങ്ങളിൽ കോർട്ടിനെ ബോധ്യപ്പെടുത്താനാവും. അവൾക്ക് മക്കൾ ഉണ്ടാവില്ലെന്ന വാദം പൊളിയും ചെയ്യും. ഒരു കുട്ടി കൂടി വന്നാൽ ചിപ്പി അവർക്ക് വേണ്ടാതാവുന്ന സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ. കുട്ടി കൂടി ആയ സ്ഥിതിക്ക് കോടതിയുടെ പരിഗണന ഉറപ്പായും കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയും. പെൺമക്കള് അമ്മമാരോടൊപ്പം നിൽക്കേണ്ടത്. നിങ്ങളെ ആവശ്യപ്പെട്ട് പെറ്റമ്മ കോടതിയിൽ പോകുന്നത് അടിസ്ഥാനമില്ലാതല്ല. നീ ഇത് പറഞ്ഞപ്പോ തന്നെ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത്. ആദ്യക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞതേ. നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണല്ലോ നിന്റെ പരാതി. അല്ല, ആദ്യം തിരിച്ചു വന്നിട്ട് നിന്നോട് അമ്മച്ചൊന്നും പറഞ്ഞില്ല. നേരം വരെ അവിടെ നിൽക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷമുണ്ട്. ഇട്ട് അവനും ചിപ്പിയും പാർക്കിൽ പോയത്ര. ശേഷം അവരെ കൊണ്ടുവിട്ടതെന്ന്. പാർക്ക് പോയ കാര്യം പറഞ്ഞിട്ടും അവൻ എന്നെ പറ്റി ഒന്നും പറഞ്ഞില്ല. ആകാശിനെ പറ്റി എന്ത് പറയാം? എങ്കിൽ എന്റെ വാക്കുകൾ അവന്റെയും അവന്റെ അനിയത്തിയുടെയും മനസ്സിൽ കൊണ്ടു എന്നർത്ഥം. അവര് പുറത്തു പോകുന്ന കാര്യം അവൻ ഫോണിൽ പറയുന്ന നമ്മൾ കേട്ടതല്ല. അതവര് നേരത്തെ പ്ലാൻ ചെയ്തതല്ലേ? മഹേഷ് അവരെ പാർക്കിലേക്കാ കൊണ്ടുപോയി. മഹേഷ് പോയപ്പോ ഒന്നും അറിയാത്ത ഞാൻ അവിടെ ചെന്നവരെ കണ്ടു. ഒരു കുഞ്ഞ് വന്ന ചിപ്പിമോൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഞാൻ നന്നായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു. മിണ്ടാതിരുന്നവളെല്ലാം കേട്ടു. ചിപ്പിമോൾക്ക് എപ്പ വേണമെങ്കിൽ അവളുടെ മമ്മിയുടെ അടുത്തേക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞു. അവൾ എതിർത്തൊന്നും പറഞ്ഞില്ലേ? അതിന് ഞാൻ അവളെ പേടിപ്പിക്കാനല്ലല്ലോ പോയത്. അവളുടെ മമ്മി അനുഭവിക്കുന്ന സങ്കടങ്ങൾ പറയാൻ. ആകാശിന് അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടായല്ലോ. ഒരുപാട് നന്ദി. അവൾ ഇനി അതേപ്പറ്റി ചിന്തിച്ചു തുടങ്ങും. ഇനി ആ വീട്ടിൽ നിന്ന് അറിയാതെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് വീണാ മതി. ഞാൻ പറഞ്ഞത് അവൾ ഓർക്കാൻ. അവൾക്ക് എന്തെങ്കിലും അനിഷ്ടം ഉണ്ടായ അതവൾ ആദിയോട് പറയും. ആദിയെ നീ കയ്യിലെടുക്കും. അവനെ വെച്ചേ നമുക്ക് ചിപ്പി മോളെ ഇവിടെ എത്തിക്കാം. നിന്റെ 2 മക്കളെയും ഞാൻ നിന്റെ കൂടെ നിർത്തി. ആകാശ്, അങ്ങനെ സംഭവിച്ച ഞാൻ ഇന്നും ആകാശിനോട് കടപ്പെട്ടിരിക്കും. മഹേഷിനെ കിട്ടുമെന്ന് കരുതി എന്നെ ഒറ്റിക്കൊടുത്തവള. കേസിന് പോകുന്നതിന് മുൻപ് എനിക്ക് ഇഷ്ടമായി ചെന്നു കാണും. അവളോട് എനിക്ക് 2 വാക്ക് പറയണം. ഇനിയിപ്പോ അതിനുള്ള അവകാശം നിനക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. നാളെ തന്നെ നീ അവളെ ചെന്ന് ചിപ്പിയുടെ അമ്മയായി വന്നവള് ഇപ്പോ മറ്റൊരു കുഞ്ഞിന്റെ അമ്മയാൻ പോവല്ലേ? നിനക്ക് ചോദിക്കാനുള്ള വോയിസ് ഉണ്ട്. നീ അവിടെ ചെന്ന് അവളെ പൊളിച്ചടുക്കണം. നീ പോകുന്നത് മഹേഷ് ഓഫീസിൽ പോയിട്ട് മതി. അവളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്റെ കൂടെ ആകാശം നിന്നാ എന്തിനും എനിക്ക് ധൈര്യം ഉണ്ടാവും. ഇനിയും നിനക്കതിൽ സംശയം ഇല്ല. ഇനി നമ്മുടെ നീക്കങ്ങള് ഈ സുമിയോട് പറയരുത്. എന്താ ആകാശ്? എന്തോ എനിക്ക് അവളോടുള്ള വിശ്വാസം നഷ്ടം. സ്വപ്നം കുടിക്കാൻ കുറച്ച് വെള്ളം. മാഷായി വളരെ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിക്കടി, നിക്കാൻ ഇറങ്ങണി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ മോൻ കിടപ്പിലായ സമയത്ത് നീ കയറി വന്നത് നീച്ചലോടെയാ ഞാൻ സഹിച്ചത്. ഇനി ഞാൻ സമ്മതിച്ചു തരില്ല. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങളുടെ വീട്ടിൽ കയറി പൊറുക്കാനോ അധികാരം സ്ഥാപിക്കാനോ അല്ല ഞാൻ വന്നത്. പിന്നെ ആരെ കാണാനാടി നീ ഇതിനകത്തേക്ക് ഇടിച്ചു കയറിയത്? നിന്റെ മോളെ കാണാനാണെങ്കിൽ ഇവിടെ വെച്ച് വേണ്ട. അതിന് പറഞ്ഞ സ്ഥലത്ത് അവളുടെ ഡാഡി കൊണ്ടുവന്ന് കാണിക്കും. നീ ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് പോകരുത്. ഇറങ്ങി പോകാനാ പറഞ്ഞത്. അയ്യോ ദൈവം, ഇവൾ എന്തിനാ ഒരു വാക്ക് പോലും പറയാതെ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നത്? ഞാൻ പുറത്തിറങ്ങാതിരിക്കുന്നതാ നല്ലത്. ഇറങ്ങടി. ഇത് നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത്. എനിക്ക് ഇഷ്ടത്തെ കാണണം. പറഞ്ഞ മനസ്സിലാവില്ലേ? പോളൂ. എന്തിനാ ഇഷ്ടത്തെ കാണണം? ഇവളുടെ വരവ് നല്ലതിനല്ല. രാമൻ എന്ത് പറഞ്ഞാലും ഇഷ്ടത്തെ കാണാൻ ഞാൻ ഇവളെ സമ്മതിക്കില്ല. ഞാൻ ഈ വീട്ടിലെ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അവളെ കണ്ടിട്ടേ പോവും. ഇറങ്ങടി പുറത്ത്. പറഞ്ഞത് ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇവിടെ ഞാനിന്ന് ഇറങ്ങണിക്കോട്ടെ. അമ്മ രജന വിട. നീ റൂമിലേക്ക് പോ. നീ ഇവളോട് സംസാരിക്കാൻ നിൽക്കണ്ട. അമ്മ കണ്ണു പറയട്ടെ. അമ്മ വിട. രജനിക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്റെ മകളെ. ഞാൻ ചോദിക്കുന്നത് മറ്റൊരാളുടെ സമ്പാദ്യമൊന്നുമല്ല. എനിക്ക് അവകാശപ്പെട്ടതാ. എന്റെ മകളെ എനിക്ക് കിട്ടണം. നിന്റെ ഏത് മോളാടി? നിന്റെ മുഖം കണ്ടാൽ ചിപ്പിമോൾ ഓടി ഒളിക്കും. അവൾക്ക് നിന്റെ പേര് കേൾക്കുന്നതേ വെറുപ്പാ. കോടതി എന്റെ മോന് വിട്ടുകൊടുത്ത കുഞ്ഞിന് വേണ്ടിയാണോ നീ അവകാശം പറഞ്ഞ് വന്നിരിക്കുന്നത്? നിന്റെ ഉദ്ദേശം അതൊന്നുമല്ലെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? ഇവിടെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കാതെ ഇറങ്ങി പോവാൻ നോക്ക്. ഞാൻ നിങ്ങളോട് തർക്കിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടുമല്ല, ഇഷിതയോടാ. ജെന്യൂനായ ഒരു കാര്യം ഞാൻ പറയുന്നത്. ഇഷിതയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കില്ലെന്ന് മനസ്സിലായിട്ടാ മഹേഷുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറായത്. ഇഷിതയ്ക്ക് വേണ്ടത് ഒരു കുഞ്ഞിനെയായിരുന്നു. അതാണ് സത്യം. ഇപ്പോ ഇഷിത പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞു. ഇനി ഇഷിതയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കും. പിന്നെന്തിന് ഇഷിതയ്ക്ക് മറ്റൊരുത്തി പ്രസവിച്ച കുഞ്ഞിനെ? എന്റെ ചോദ്യം ന്യായമല്ലേ? മഹേഷിന്റെ കാര്യത്തിലും മറിച്ചൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ 2 പേർക്കും എന്റെ മകള് ഒരധികം പറ്റാവും. ഈ ലോകത്ത് ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളതും അത് തന്നെയാ. ഒരു കുഞ്ഞുണ്ടാവുന്നത് വരെയുള്ളൂ. രണ്ടാനമ്മയ്ക്ക് ഭർത്താവിന്റെ ആദ്യത്തെ ബന്ധത്തിലുള്ള കുഞ്ഞിനോടുള്ള സ്നേഹം തന്നെ പിടിച്ചു നിൽക്കാനുള്ള കാപട്യം മാത്രം. ഇപ്പൊ മറ്റുള്ളവരുടെ കണ്ണില് മണ്ണിടാൻ ചിപ്പി മോള് എന്റെ സ്വന്തം മോളാന്നൊക്കെ നീ പറഞ്ഞെന്ന് വരും. അതിൽ ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷെ നിനക്ക് നന്നായിട്ട് അറിയാം ചിപ്പി നിനക്ക് നാളെ ഒരു ഭാരമാവൂന്ന്. നിർത്തടി. ഇനി നീ ഇത് ആവർത്തിച്ച നിന്റെ മുഖത്ത് ഞാൻ ചെരുപ്പൂരി അടിക്കും. ചിപ്പി എന്റെ മോളാണെന്ന് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യമില്ല രചനെ. അവൾ എന്റെ കുഞ്ഞു തന്നെയാ.
ഒരു മോനെ നീ കൂടെ നിർത്തുന്നുണ്ടല്ലോ. നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടാണോ അവൻ ഇവിടെ നിൽക്കുന്നത്? നീ ഒറ്റപ്പെട്ടു പോകുന്നുള്ള വേദന കൊണ്ട് മാത്രം അവൻ നിന്നെ വിട്ടു പോവാത്തത്. അവനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? മമ്മി എന്നവൻ നിന്നെ മനസ്സ് തുറന്ന് വിളിച്ച ഒരു നിമിഷമെങ്കിലും നിന്റെ ഓർമ്മയിലുണ്ടോ? അന്യനായ ഒരുത്തന്റെ കൂടെ ഒരു താലിച്ചരടിന്റെ ബലം പോലും ഇല്ലാതെയല്ലേ നീ ജീവിതം ആഘോഷിക്കുന്നത്? നിന്നെ പറ്റി മറ്റുള്ളവർ പറയുന്നത് എന്താന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയെ ആ വീട്ടിലേക്ക് എന്തുറപ്പിലാ നീ കൊണ്ടുപോകുന്നേ? അനാവശ്യം പറയരുത്. പറയല്ല വേണ്ടത്. ചീഞ്ഞു നാറിയ മനസ്സുമായിട്ട് വന്നാ നിന്റെ ചെകിടടിച്ച് പൊളിക്കുക വേണ്ടത്. ഈ 100 ജന്മം എടുത്താലും ചിപ്പിമോള് നിന്റെ കൂടെ വരില്ല. നിനക്ക് ഞാൻ അവളെ വിട്ടു തരികയില്ല. ചിപ്പിമോള് എന്റെ വയറ്റിലല്ല ജന്മം കൊണ്ടത്, എന്റെ മനസ്സിലാ. അതേടി എന്റെ മാനസപുത്രിയാ അവള്. അവൾക്കൊരമ്മയുള്ളൂ, അത് ഇഷിതയാ. കാണാൻ മതി ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. മാന്യമായ ഭാഷയിൽ നിന്നോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഇനി ഞാൻ നിയമത്തിന്റെ വഴിക്ക് വെക്കണം. ചിപ്പിമോളെ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ എനിക്ക് നിന്റെ ഈ ഗർഭം മാത്രം മതി. എന്താ ഒരു കുഞ്ഞായി കഴിഞ്ഞാ അമ്മയ്ക്ക് ഒന്നുകൂടി പ്രസവിക്കാൻ പാടില്ലേ? നിയമത്തിൽ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നീ എന്തൊക്കെ പറഞ്ഞാലും ചിപ്പിമോളെ പ്രസവിച്ചത് ഞാനല്ലാതാവുന്നില്ല. 10 മാസം വയറ്റിൽ കൊണ്ട് നടന്നവളാണോ അതോ മനസ്സിൽ ജനിപ്പിച്ചവളാണോ യഥാർത്ഥ അമ്മന്ന് കോടതി തീരുമാനിച്ചോട്ടെ. നീ ആദ്യം പോയേണ്ടതേ മനസാക്ഷിയുടെ കോടതിയിലേക്കാ. അവിടെ നിന്ന് വേണം ഇഷിതയോടുള്ള യുദ്ധം തുടങ്ങാൻ. അവിടെ ചില സാക്ഷികളെ നിനക്ക് കാണാൻ കഴിയും. ഏറ്റവും മുന്നിൽ ഒരാളുണ്ടാവും, പ്രാഞ്ചി. മോൾക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന നീ മോളുടെ ഡാഡിയെ പറ്റിയും നന്നായിട്ട് ഓർത്ത് വെച്ചോ. ആദ്യം ഓർത്ത രഹസ്യങ്ങൾ മനസ്സിലടക്കി വെച്ചതൊക്കെ എന്നും അവിടെ തന്നെ ഇരിക്കുന്നുള്ള ചിന്ത നിനക്ക് വേണ്ട. ഇളക്കി വിട്ടാ പിന്നെ അണപൊട്ടിയുള്ള കുത്തൊഴുക്കാവും. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവരുടെ മുന്നിൽ വെച്ച് പറയടി. എന്ത് രഹസ്യമാണടി നീ അടക്കി വെച്ചിരിക്കുന്നത്? എന്റെ മോളെ ആവശ്യപ്പെട്ട് ഞാൻ കോർട്ടിൽ പോയിരിക്കും. പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അമ്മയാവാൻ വന്നവള് അമ്മയാവാൻ പോകുന്നത് അറിവ് മാത്രം മതി കോടതിക്ക്. എന്റെ വക്കീലിനെ നിർത്തിവെക്കാൻ സമാനമായ പല കേസുകളും ഉണ്ടാവും. ഞാൻ എന്റെ മകൾക്ക് വേണ്ടി നടത്തുന്ന യുദ്ധം തന്നെയാണ് വരാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ ആകാശിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്റെ മകന്റെ കൂടെ ഒരു വാടക വീട്ടിൽ താമസിച്ചെന്ന് വരും. എനിക്കെതിരെ എന്ത് അപവാദം പറയാനുണ്ട്? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോള് പറയുന്നത് കോടതി മുഖവിലേക്ക് എടുക്കില്ല. നീ കാത്തിരുന്നോ. ചിപ്പി മോളെ ഞാൻ കൊണ്ടുപോകുന്ന ആ ദിവസത്തിന് വേണ്ടിട്ട്. അവളൊക്കെ കൊണ്ടുപോകില്ലേ? ഇത് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. എത്ര തവണ അവൾ കച്ചമുറക്കി വന്നു. അവൾക്ക് ഇവിടെ വന്ന് നമ്മുടെ മനസ്സമാധാനം കെടുത്തണം. അവളോട് സംസാരിക്കണ്ടെന്ന് മോളോട് ഞാൻ പറഞ്ഞതല്ലേ? മോളെ ആ മഹാഭാവി ഇതിനായിരുന്നോ? മോളെ കണ്ടു തുറക്ക. മോളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. രാമ, ആദ്യം കുറച്ച് വെള്ളം കൊണ്ടുവാ രാമ. എന്റെ ദൈവമേ, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? മോളെ ഇഷിതേ, മോളെ കണ്ണു തുറക്ക്. മോളെ ഇഷിതേ. അവള് ബോധം കെട്ട് വീണു. ചേച്ചന വന്ന് തകർത്തു, തീമർത്തു. ഈ വീഴ്ചയില് ഇഷിതയുടെ ഗർഭം അലസി പോയത് തന്നെ. മോളെ ഇഷിതേ. ഇഷിതയ്ക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? സംസാരിച്ചോണ്ട് നിന്ന കൂട്ടത്തില് പെട്ടെന്ന് തളർച്ചയും ബോധക്ഷയവും വന്നത് ഉടനെ കണ്ടു. BP വേരിയേഷൻ കൊണ്ട് സംഭവിച്ച. ഇഷിത അറിയോക്കെ? ഞാൻ ഹോസ്പിറ്റലിലാണ്. അതെ, എന്തു പറ്റി പെട്ടെന്ന് ബോധക്ഷയം വരെ? എന്റെ വക്കീലിനെ നിർത്തിവെക്കാൻ സമാനമായ പല കേസുകളും ഉണ്ടാവും. ഞാൻ എന്റെ മകൾക്ക് വേണ്ടി നടത്തുന്ന യുദ്ധം തന്നെയാണ് വരാൻ പോകുന്നത്. പേടിക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. BP നോർമൽ ആയിട്ട്. ഇനി ടെൻഷൻ ഒന്നും വേണ്ട. കൂടെ ഞാനില്ലേ? ഇഷിത റെസ്റ്റ് എടുത്തോളൂ, പുറത്തിരുന്നോളൂ. സിസ്റ്റർ ഇഷിതയുടെ അടുത്തേനെ ഉണ്ടാവണം. എന്റെ മോൾക്ക് എന്താ പറ്റി? അവർക്ക് എന്താ സ്വപ്നം സംഭവിച്ചത്? കഷ്ടകാലത്തിന് ആ രചന വീട്ടിലേക്ക് കയറി വന്നു. രജനിയോ? എന്തിന്? ഇഷിതൊക്കെ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സ്ഥിതിക്ക് ചിപ്പിമോൾ ആവശ്യപ്പെട്ട അവള് വന്നു. എന്തിനാണ് രചന ആ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്? മഹേഷിന്റെ ആരുമല്ല രചന. രജനയ്ക്ക് അവിടെ സ്പേസ് കൊടുത്തത് തെറ്റായി പോയി. ഡെലിവറി കഴിയുന്നവരെ നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോയി താമസിച്ചാലോ? ഇനി എന്റെ വീട്ടിലേക്ക് ഒരുത്തേം കയറി വരില്ല.